പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഈ വീഡിയോയിൽ പരിശോധിക്കാൻ പോകുന്നത് പിക്സൽ ലാബ് എന്ന് പറയുന്ന ഒരു ഫോട്ടോ എഡിറ്റിംഗ് ആപ്ലിക്കേഷന്റെ ഫുൾ ട്യൂട്ടോറിയൽ ആണ് കേട്ടോ. ഏകദേശമുള്ള കാര്യങ്ങളെല്ലാം ഞാൻ ഇതിൽ പറഞ്ഞു തരാം. ഈ വീഡിയോ ചെയ്യാൻ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ പല വീഡിയോകളിലും ഇതിന്റെ കുറച്ച് കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ ആ വീഡിയോയ്ക്ക് ആപ്റ്റായിട്ടുള്ള കാര്യങ്ങൾ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇത് ഫുള്ളായിട്ടൊരു വീഡിയോ നിങ്ങൾക്ക് പ്രയോജനകരമാണെന്നുണ്ടെങ്കിൽ ചെയ്യാമെന്നാണ്. എന്തായാലും ഒരു സ്മാർട്ട് ഫോൺ ഉണ്ടെങ്കിൽ ഈ പിക്സൽ ലാബ് എന്ന് പറയുന്ന ഈ ഫോട്ടോ എഡിറ്റിംഗ് ആപ്ലിക്കേഷൻ നിങ്ങൾക്ക് ആവശ്യമാണ്. കാര്യം ഇത് ഫേസ്ബുക്കിലും വാട്സാപ്പിലും യൂട്യൂബിലും ഇൻസ്റ്റാഗ്രാം എല്ലാ പ്ലാറ്റ്ഫോമിലും നമുക്കൊരു പോസ്റ്റ് തയ്യാറാക്കണമെന്നുണ്ടെങ്കിൽ ഇത് ഈസി ആയിട്ട് നമുക്ക് തയ്യാറാക്കാവുന്നതാണ്. നോർമലി ഫോൺ ഉപയോഗിക്കുന്ന എല്ലാവർക്കും ഇത് ഉപയോഗിക്കാനും കഴിയും. അതുകൊണ്ടാണ് ഈ ആപ്ലിക്കേഷൻ ഇത്രയും മുൻപന്തിയിൽ നിൽക്കുന്നത്. അതായത് ഈ ആപ്ലിക്കേഷന്റെ വിശദ വിവരങ്ങൾ നമുക്ക് വീഡിയോ കൊണ്ട് മനസ്സിലാക്കാം. എപ്പോഴും പറയും പോലെ യൂട്യൂബിലാണ് ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൊടുക്കുക. അടുത്തുള്ള ബെല്ലേക്ക് എനേബിൾ ചെയ്ത് ഓൾ ഓപ്ഷൻ എനേബിൾ ചെയ്യുക. ഇനി നിങ്ങൾ ഫേസ്ബുക്കിലാണ് വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഈ പേജ് ഒന്ന് ഫോളോ ചെയ്യുക. നിങ്ങളുടെ കൂട്ടുകാർക്ക് ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. അവർക്കിത് അറിയില്ലെങ്കിൽ അതൊരു ഉപകാരമായി മാറും. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ നിർദ്ദേശങ്ങൾ താഴെ കാണുന്ന കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. എന്തായാലും നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഈ ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യാൻ വേണ്ടി നിങ്ങൾ പ്ലേ സ്റ്റോർ ഓപ്പൺ ചെയ്തതിനു ശേഷം ഇതുപോലെ സെർച്ച് ബാറിൽ പിക്സൽ ലാബ് എന്ന് ടൈപ്പ് ചെയ്ത് കൊടുത്താൽ മതി. ഞാൻ ഈ അടയാളപ്പെടുത്തിയിരിക്കുന്ന ഈ ആപ്ലിക്കേഷൻ നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്യുക. ഇത് ഞാൻ ഇൻസ്റ്റാൾ ചെയ്ത് വെച്ചിട്ടുണ്ട്. കമ്പനികളും കാര്യങ്ങളും എല്ലാം ഞാൻ ഇതിലാണ് നിർമ്മിക്കുന്നത്. നമുക്കെന്തായിരുന്നാലും നമുക്കിത് ഓപ്പൺ ചെയ്ത് നോക്കാം. നമുക്കിത് ഓപ്പൺ ചെയ്യുന്ന സമയത്ത് ഇങ്ങനെയാണ് കാണാൻ സാധിക്കുന്നത് കേട്ടോ. ഇതിൽ താഴെ നമുക്ക് ഒരുപാട് ടെംപ്ലേറ്റുകൾ കാണാൻ സാധിക്കും. അതെല്ലാം പല പല അളവിലുള്ളതാണ്. ഇത് നമുക്ക് ഓരോ പോസ്റ്റിനും ഓരോ അളവ് കണക്കാക്കി നമുക്കിത് മാനേജ് ചെയ്യാവുന്നതാണ്. നമ്മൾ അതിന് വേണ്ടിയിട്ട് ഇവിടെ ഒരു 3 ഡോട്ട് കാണാൻ സാധിക്കും. അത് നമ്മളൊന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ച് ഓപ്ഷൻ ഇവിടെ കാണാൻ സാധിക്കും. ഇതെല്ലാം അതിൻ്റെതായ സെറ്റിങ്സുകളാണ്. നമുക്കിതിൽ ഇമേജ് സൈസ് എന്ന ഓപ്ഷൻ നമുക്ക് ക്ലിക്ക് ചെയ്യാം. ഇതിൽ നമുക്ക് ഇവിടെ ഒരു ആരോ മാർക്ക് ആണ്. നമ്മൾ അതൊന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഏത് പ്ലാറ്റ്ഫോമിലാണ് നമ്മളത് പോസ്റ്റ് നിർമ്മിക്കുന്നത് ആ കാര്യം അത് ഏതാണെന്ന് നമുക്കിവിടെ എല്ലാം ഇവിടെ കാണാൻ സാധിക്കും. നമുക്ക് ഏതാണോ ആവശ്യം അത് കണക്കാക്കി നമ്മൾ ഇത് തിരഞ്ഞെടുത്താൽ മതി. ഞാനിപ്പോൾ ഇതിൽ സ്ക്വയർ എന്ന് പറയുന്ന രണ്ടാമത്തെ ഓപ്ഷൻ ഞാൻ അതാ ക്ലിക്ക് ചെയ്യുകയാണ്. ഇത് നമുക്കിവിടെ കറക്റ്റ് അളവ് ഇവിടെ വന്നിട്ടുണ്ട്. ഇതിൽ നമ്മൾ ഓക്കെ കൊടുക്കുമ്പോഴത്തേക്ക് നമുക്കിതുപോലെ കാണാൻ സാധിക്കും. ഇതിൽ നമുക്ക് ടെക്സ്റ്റ് കൊടുക്കാനുള്ള ഓപ്ഷനാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് കേട്ടോ. ഇത് നമുക്ക് ടെക്സ്റ്റ് കൊടുക്കാനുള്ളതാണ്. ഇതിൽ ഡബിൾ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് 2 പ്രാവശ്യം ടച്ച് ചെയ്യുന്ന സമയത്ത് ഇതുപോലെ നമുക്ക് ഓപ്പൺ ആയി വരികയും ഇവിടെ നമുക്ക് എന്താണോ ടെക്സ്റ്റ് നമുക്കിവിടെ കൊടുക്കാവുന്നതാണ്. ഞാനിപ്പോൾ എൻ്റെ ചാനലിന്റെ നെയിം തന്നെ കൊടുക്കാൻ പോവുകയാണ്. MK ചോയ്സ് എന്ന് കൊടുക്കാൻ പോവുകയാണ്. ഇപ്പോൾ ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും അതിവിടെ വന്നിട്ടുണ്ട്. ഇത് നിങ്ങളുടേതായിട്ടുള്ള കാര്യം ചെയ്യുമ്പോഴത്തേക്ക് അതനുസരിച്ചുള്ള കാര്യങ്ങൾ ഇവിടെ ഇതുപോലെ കൊടുത്താൽ മതി. അതിനുശേഷം നമുക്കിവിടെ ഈ രണ്ടാമത്തെ ഓപ്ഷൻ നമ്മൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിൽ ഒരുപാട് ടൂൾസുകൾ ഇവിടെ കാണാൻ സാധിക്കും. ഈ ടെക്സ്റ്റുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ടൂൾസുകളാണ് ഇതെല്ലാം. ഇത് നമുക്ക് ഫോണ്ട് ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട് AB ഫോണ്ട് എന്ന് പറയുന്ന ഈ ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് അവർ തന്നിട്ടുള്ള ഇംഗ്ലീഷിലെ ഫോണ്ടുകൾ കാണാൻ സാധിക്കും. ഇവിടെ ഒരുപാട് ഫോണ്ടുകൾ കാണാൻ സാധിക്കും. ഈ ടെക്സ്റ്റ് നമുക്ക് ഇതേ ഫോണ്ടിലേക്ക് കൊണ്ടുവരാം. അതുപോലെ രണ്ടാമത് കൊടുത്തിരിക്കുന്നത് മൈ ഫോണ്ടാണ്. ഇത് നമുക്ക് മലയാള ഫോണ്ടുകളാണ്. ഈ മലയാള ഫോണ്ട് എങ്ങനെ നമുക്ക് ഇതിൽ ഡൗൺലോഡ് ചെയ്യാം എന്നുള്ളതിനെ കുറിച്ചുള്ള ഒരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്. ആ വീഡിയോയുടെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കാം. നിങ്ങൾക്ക് ആവശ്യമാണെന്നുണ്ടെങ്കിൽ അത് കണ്ടതിന് ശേഷം നിങ്ങൾക്ക് ഇതുപോലെ മലയാള ഫോണ്ട് ഡൗൺലോഡ് ചെയ്യാവുന്നതാണ്. ഇപ്പോൾ ഈ വീഡിയോയിൽ എല്ലാം പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ വീഡിയോയുടെ സമയം കൂടും. അതുകൊണ്ട് ഞാൻ ആ വീഡിയോ നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ ഇതിൽ മലയാള ഫോണ്ട് എങ്ങനെ കൊണ്ടുവരാം എന്നുള്ളതിനെ കുറിച്ച് നിങ്ങൾക്ക് കറക്റ്റായിട്ട് അറിയാൻ സാധിക്കും. ഇതിൽ ഞാനൊരു ഫോണ്ട് കൊടുക്കാൻ പോവുകയാണ്. ഇതാ ഞാനിപ്പോൾ ഈ ഫോണ്ട് കൊടുക്കാൻ പോവുകയാണ്. ഇപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും ആ ഫോണ്ട് ഇവിടെ മാറിയത് നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും. അതിനുശേഷം നമുക്കിവിടെ ഈ ഫോണ്ടിന് കളർ കൊടുക്കാൻ വേണ്ടി കളർ എന്നുള്ള ഓപ്ഷൻ ഇവിടെ കാണാൻ സാധിക്കും. അത് നമ്മൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിതിൽ ഓരോ കളറും കൊടുക്കാം കേട്ടോ. നമുക്ക് ഇഷ്ടമുള്ള ഏത് കളറാണോ അത് നമുക്കിവിടെ കൊടുക്കാവുന്നതാണ്. അതിനുശേഷം നമുക്കിവിടെ ടിക്ക് മാർക്ക് കൊടുത്തു കഴിഞ്ഞാൽ അത് ആ കളറായി മാറിയത് നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും.
അതിനുശേഷം നമുക്കിവിടെ പല പല ഓപ്ഷനും ഉണ്ട്. സ്ട്രോക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് സ്ട്രോക്ക് എന്ന് പറയുന്ന ഓപ്ഷൻ നമ്മൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിത് സ്ട്രോക്ക് കൊടുക്കാതാണ്. ഇതുപോലെ നമുക്ക് സ്ട്രോക്ക് കൊടുക്കാവുന്നതാണ് കേട്ടോ. എന്നിട്ട് അതിന് വേണ്ടിയിട്ട് ഇവിടെ സ്കെയിൽ അവർ കൊടുത്തിട്ടുണ്ട്. ആ സ്കെയിലിൽ ഇങ്ങനെ നമ്മൾ അളവ് നമുക്ക് കൂട്ടിയും കുറച്ചും കൊടുക്കാവുന്നതാണ് കേട്ടോ. ഇതുപോലെ ഇതിൽ തന്നെ ഒരുപാട് കാര്യങ്ങളുണ്ട്. എല്ലാം നമുക്കൊരു വീഡിയോയിൽ പറഞ്ഞ് തീർക്കാൻ സാധിക്കത്തില്ല. നിങ്ങൾ തന്നെ നോക്കുമ്പോൾ തന്നെ നിങ്ങൾക്കിത് അറിയാൻ സാധിക്കും. ഇനി ടെക്സ്റ്റിലൊരു ബാക്ക്ഗ്രൗണ്ട് കൊടുക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് അതുപോലെ ബാക്ക്ഗ്രൗണ്ട് കൊടുക്കാം. ഇതുപോലെ ഇനി ഇത് ഹോപ്പ് ചെയ്ത് ഒരു ടെക്സ്റ്റ് കൂടെ കൊടുക്കണമെന്നുണ്ടെങ്കിൽ ഈ ഹോപ്പ് എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കത് രണ്ട് ടെക്സ്റ്റ് കൊടുക്കാം. ഏത് വേണ്ട എന്നുണ്ടെങ്കിൽ നമ്മളിതിൽ ക്ലിക്ക് ചെയ്തതിനു ശേഷം ഡിലീറ്റ് ബോക്സ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് ഡിലീറ്റ് ആയി മാറും. ഇനി നമുക്ക് ഇതിലെ മൂന്നാമത്തെ ഓപ്ഷൻ എന്താണെന്ന് നോക്കാം. ഇതിൽ നമുക്ക് ഡ്രോ ചെയ്യാനുള്ളതും ഷാർപ്പ്നെസ് ആക്കാനും ആരോ മാർക്ക് ഇതുപോലെ കൊടുക്കാനും ഒക്കെയുള്ള ഓപ്ഷനാണ്. പല രീതിയിലുള്ള ആരോ മാർക്ക് ഇതുപോലെ കൊടുക്കാനുള്ള ഓപ്ഷനാണ്. ഇനി മൂന്നാമത് കൊടുത്തിരിക്കുന്ന ഓപ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കിതിന്റെ ബാക്ക്ഗ്രൗണ്ട് കളർ മാറ്റാൻ വേണ്ടിയിട്ടുള്ളതാണ് കേട്ടോ. നമുക്കിതിലെ പല പല കളറുകൾ ഇതുപോലെ മാറ്റി കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള ഇതാണ്. നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് തന്നെ സാധാരണ രീതിയിൽ തന്നെ നമുക്ക് അറിയാവുന്നതാണ്. ഇത് ട്രാൻസ്പെറന്റ് ആക്കാൻ വേണ്ടിയിട്ടുള്ള ഓപ്ഷനാണ് ഈ കൊടുത്തിട്ടുള്ളത്. ഇതിൽ രണ്ടാമത് കൊടുത്തിട്ടുള്ളത്. അതുപോലെ ഇമേജ് സൈസ് അഡ്ജസ്റ്റ് ചെയ്യാനും ക്രോപ്പ് ചെയ്യാനും എല്ലാത്തിനുള്ള ഓപ്ഷൻ നമുക്കിവിടെ കാണാൻ സാധിക്കും. ഇനി നമുക്ക് പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം ഞാൻ പറയാൻ പോകുന്നത്, ഇതിലൊരു പിക്ചർ കൊടുക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം എന്നുള്ളതിനെ കുറിച്ചാണ്. കാര്യം ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ചെയ്താൽ മാത്രമേ നമുക്ക് ഇതിൽ പിക്ചർ കൊടുക്കാൻ സാധിക്കത്തുള്ളൂ. അതെങ്ങനെ കൊടുക്കാമെന്നുള്ളത് ഞാൻ ഇതിൽ കൂടെ പറഞ്ഞു തരാം. നമ്മൾ അതിന് വേണ്ടിയിട്ട് ഗൂഗിൾ ഓപ്പൺ ചെയ്യുക. സെർച്ച് ബാറിൽ റിമൂവ് BG എന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ഇതൊരു സൈറ്റ് ആണ് കേട്ടോ. നമ്മൾ എന്നിട്ട് അതിന് ഫസ്റ്റ് ലിങ്കിൽ നമ്മൾ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ഒരു ഇമേജ് അപ്ലോഡ് ചെയ്യാൻ വേണ്ടിയുള്ള ഓപ്ഷൻ കാണാൻ സാധിക്കും. നമ്മൾ അതിൽ ക്ലിക്ക് ചെയ്യുക. ക്യാമറയിൽ എടുത്ത ഏതെങ്കിലും ഒരു ഫോട്ടോ, ഇപ്പോൾ ഞാൻ എൻ്റെ ഈ ഫോട്ടോ ഇവിടെ കൊടുക്കാൻ പോവുകയാണ്. കുറച്ച് സമയം നമ്മൾ വെയിറ്റ് ചെയ്യുക. നല്ല റേഞ്ച് ഉള്ള സമയത്ത് മാത്രമാണ് ഇത് ചെയ്യേണ്ടത്. എന്നാൽ മാത്രമേ നമുക്ക് കറക്റ്റായിട്ട് അത് റിമൂവ് ആയി കിട്ടത്തുള്ളൂ. ഇപ്പോൾ നമുക്കിവിടെ കാണാൻ സാധിക്കും നമ്മുടെ ആ ഫോട്ടോയുടെ ബാക്ക്ഗ്രൗണ്ട് മൊത്തം റിമൂവ് ആയത് നമുക്കിവിടെ കാണാൻ സാധിക്കും. അതിനുശേഷം ഇവിടെ ഡൗൺലോഡ് എന്ന് പറയുന്ന ഓപ്ഷൻ കാണാൻ സാധിക്കും. നമ്മൾ അതൊന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ അത് ഡൗൺലോഡ് ആയത് നമുക്കിവിടെ കാണാൻ സാധിക്കും. നമ്മൾ അതിനുശേഷം പിക്സൽ ലാബിൽ വീണ്ടും എത്തുക. അതിനുശേഷം നമ്മളിവിടെ പ്ലസ് ഐക്കണിൽ ക്ലിക്ക് ചെയ്തതിനു ശേഷം ഗാലറി ഓപ്പൺ ആവും. ടെക്സ്റ്റ് ഗാലറി എല്ലാം ഒരേ ഈ പ്ലസ് ഐക്കണിൽ ക്ലിക്ക് ചെയ്യുമ്പോഴാണ് നമ്മളത് ഓപ്പൺ ചെയ്യാൻ പറ്റുന്നത്. അതിനുശേഷം നമ്മൾ ഗാലറി ഓപ്പൺ ചെയ്തതിനു ശേഷം നമ്മൾ ചെയ്ത ആ പിക്ചർ ഇവിടെ കൊടുക്കുക കേട്ടോ. അപ്പോൾ നമുക്കിവിടെ കാണാൻ സാധിക്കും അതിന്റെ ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ആയത് ഇവിടെ കാണാൻ സാധിക്കും. ഇങ്ങനെ വേണം നിങ്ങൾ പിക്ചർ കൊടുക്കാൻ വേണ്ടി കേട്ടോ. നിങ്ങൾക്ക് ആവശ്യത്തിനുള്ള പിക്ചർ ഞാനിപ്പോൾ നിങ്ങളെ കാണിച്ചു തരാൻ വേണ്ടിയിട്ട് ഈ പിക്ചർ കൊടുത്തെന്നുള്ളതേ ഉള്ളൂ. നിങ്ങൾക്ക് ആവശ്യമുള്ള പിക്ചർ ഇതുപോലെ നിങ്ങൾക്ക് കൊടുക്കാവുന്നതാണ്. അടുത്ത് നിങ്ങൾക്ക് വീണ്ടും ടെക്സ്റ്റ് കൊടുക്കണമെന്നുണ്ടെങ്കിൽ വീണ്ടും നമ്മൾ എന്ത് ചെയ്യണം, ഈ ടെക്സ്റ്റിന്റെ ഓപ്ഷൻ ക്ലിക്ക് ചെയ്തതിനു ശേഷം ഇതുപോലെ ഡബിൾ ടച്ച് ചെയ്തതിന് ശേഷം ഇങ്ങനെ വരും. നമ്മൾ എന്ത് ചെയ്യണം, ബാക്കിയുള്ള ടെക്സ്റ്റും ഇതുപോലെ കൊടുക്കുക. എന്ത് കാര്യങ്ങൾ വേണമെങ്കിലും നമുക്ക് ഇതുപോലെ ഇതിൽ ആഡ് ചെയ്യാവുന്നതാണ്. ഇതുപോലെ രണ്ടാമത്തെ ഓപ്ഷൻ ക്ലിക്ക് ചെയ്തിട്ട് ഇതിന്റെ ഫോണ്ട് നമുക്ക് ഇതുപോലെ മാറ്റി കൊടുക്കാവുന്നതാണ്. ഇതിൽ തന്നെ നമുക്ക് ടെക്സ്റ്റ് ബാക്കിലാക്കാനും ഫോർവേഡ് ചെയ്യാനും എല്ലാത്തിനുമുള്ള ഓപ്ഷൻ ഇവിടെ ഉണ്ട്. ഇനി നമുക്ക് ഫോട്ടോ ചരിച്ച് ഇതുപോലെ കൊടുക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഇവിടെ ക്ലിക്ക് ചെയ്തതിന് ശേഷം ഇതുപോലെ ഏത് രീതിയിൽ വേണോ കൊടുക്കാം. ഫോട്ടോ വലുതാക്കാൻ വേണമെന്നുണ്ടെങ്കിൽ ഇതുപോലെ വലുതാക്കി കൊടുക്കാം, അതുപോലെ ചെറുതാക്കാം. ഏത് ഭാഗത്ത് വേണോ ഇതുപോലെ കൊണ്ടുവയ്ക്കാം. അതുപോലെ ടെക്സ്റ്റും അതുപോലെ തന്നെ കേട്ടോ. നമുക്ക് ഏത് രീതിയിൽ വേണോ ആക്കി വയ്ക്കാം. ചരിച്ചു കൊടുക്കണമെന്നുണ്ടെങ്കിൽ ചരിച്ചു കൊടുക്കാം. നിങ്ങൾ ചെയ്യുന്ന പോസ്റ്ററിനനുസരിച്ച് നിങ്ങൾ ഇതുപോലെ ചെയ്തു കൊടുക്കുക. ഇവിടെ ക്ലിക്ക് ചെയ്തതിനു ശേഷം നമുക്ക് വലുതാക്കുകയും ചെറുതാക്കുകയും ചെയ്യാം കണ്ടോ. ഇതുപോലെ ചെയ്യാവുന്നതാണ്. ഇതിങ്ങനെ നിങ്ങൾ ഐഡിയപരമായിട്ട് നിങ്ങൾ ചെയ്തു കൊടുത്താൽ മതി. നിങ്ങൾ നോക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയാൻ സാധിക്കും. ഇത് പ്രത്യേകിച്ച് നമ്മൾ പറഞ്ഞു തരേണ്ട ആവശ്യമില്ല. എന്നാലും ഞാൻ അത് ചില കാര്യങ്ങൾ പറഞ്ഞു തന്നുള്ളതേ ഉള്ളൂ. അതിനുശേഷം നമുക്ക് ഇതെല്ലാം ഓക്കെ ആയി കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണം, ഈ 3 ഡോട്ടിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം എക്സ്പോർട്ട് ഇമേജ് എന്ന് പറഞ്ഞ ഒരു ഓപ്ഷൻ കാണാൻ സാധിക്കും. അതിൽ ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് സേവ് ഗാലറി എന്ന് പറയുന്ന ഓപ്ഷനും ഷെയർ എന്നുള്ള ഓപ്ഷനും കാണാൻ സാധിക്കും. നമ്മൾ എന്ത് ചെയ്യണം, ഇതുപോലെ ഒരു പരസ്യം വരും. ആ പരസ്യം നമ്മൾ കണ്ടു കഴിഞ്ഞാൽ
നമ്മുടെ ഗാലറിയിലേക്ക് ഈ നമ്മൾ ചെയ്ത ഈ പോസ്റ്റർ സേവ് ആവുന്നതാണ്. എന്തായാലും നിങ്ങൾക്ക് ആവശ്യമാണെന്നുണ്ടെങ്കിൽ നിങ്ങളിത് ഇൻസ്റ്റാൾ ചെയ്ത് വയ്ക്കുക. മലയാളം ഫോണ്ടിന് വേണ്ടിയിട്ടുള്ള വീഡിയോ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കാം, നിങ്ങൾക്ക് ആവശ്യമാണെങ്കിൽ കാണാവുന്നതാണ്. മറ്റൊരു വീഡിയോയുമായി എത്തുന്നവരെ ഗുഡ് ബൈ. MK ചോയ്സ്.